ഈ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാത്ത കുറെ മൊണ്ണകളുണ്ടെന്ന് നമുക്ക് പത്രം വായിക്കത്തില്ല, ന്യൂസ് കാണത്തില്ല. സുജ പറയും അവർക്ക് രാഷ്ട്രീയം ഇല്ല. രാഷ്ട്രീയം ഇല്ല എന്നല്ല, അവർക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് അറിയത്തില്ല. അറിയില്ലെങ്കിൽ അവരോട് ഇവിടെ പോയി പോകാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടിപ്പല്ലേ. ഇനി നമ്മളൊക്കെ മത്സരിക്കണം ഈ നാട് നന്നാവാൻ. ഉം. എന്താ, നമ്മൾ മത്സരിക്കുക. നമ്മളെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ എത്ര ലൈക്ക് കിട്ടും? ഒരു 200 ലൈക്കൊക്കെ കിട്ടും. കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ചവർക്ക് കൂടിപ്പോയാൽ ഒരു 150 ലൈക്ക്, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും നമ്മുടെ അറിവൊക്കെ വെച്ചിട്ട് നല്ലൊരു സാലറിയുള്ള ജോലി എന്തായാലും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയം നല്ലത്. അല്ല, ഇപ്പൊ എന്താ ഇലക്ഷനാണ്, അല്ല ഇലക്ഷൻ ആണെന്ന് അറിയത്തില്ല. എന്തായാലും ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവാം. അങ്ങനെയെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാവാം. അത് വേണ്ട, മുഖ്യമന്ത്രി ഞാനാവാം, പ്രതിപക്ഷ നേതാവ് നീ ആയിക്കോ. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ആവല്ലേ. അതിനെന്താ, കേരളം നമ്മുടെ കയ്യിലാവില്ലേ. അപ്പൊ നമ്മുടെ ചിഹ്നം എന്താ? ബ്രെഡ്. ജയിച്ച റേഷൻ വഴി നമുക്ക് ബ്രെഡ് എഴുതുകയും ചെയ്യാം. അല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? വാഗ്ദാനമല്ലേ, ഇത് കൊടുക്കാലോ.